വിഴിഞ്ഞം കമ്മീഷനിംഗ് വേദിയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മുദ്രാവാക്യം വിളിയും ഏറെ ചർച്ചയായി. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന് 10 മണിയോടെ എത്തിയ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഏറെ സമയം തനിച്ചായിരുന്നു. ഈ സമയം സദസ്സിലിരുന്ന ബി.ജെ.പി. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ സ്റ്റേജിലിരുന്ന് ഒറ്റയ്ക്ക് കൈയുയർത്തി രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ മന്ത്രി വി.എൻ. വാസവൻ വിമർശിച്ചു. അതൊരു വളരെ സംഗീതമായ വില കുറഞ്ഞ നിലപാടായി പോയി എന്ന് വേണം പറയുന്നത്. കാരണം ആ വേദി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിൻ്റെ വേദിയായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് വികസനത്തിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും അവിടെ ഇരുന്ന് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാനും ആർക്കും ആ വേദിയിൽ അവകാശമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരും ഒക്കെ ഉള്ളിടത്ത് അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി, അത് അപലനീയമാണെന്നാണ് പറയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും സജീവമാണ്. രാജീവ് ചന്ദ്രശേഖറിനെ കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചു. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലെന്നുമെന്നായിരുന്നു ഫേസ്ബുക്കിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം.